ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ സമുദ്രാതിർത്തി കടന്ന അമേരിക്കയുടെ ഡ്രോൺ, മിസൈൽ വഹിക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ ഇപ്പോൾ ഇറാൻ അവരുടെ ആധുനിക മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു എന്നൊരു വാർത്തയാണ് IRGC പുറത്തു തരുന്നത്. MQ-1 എന്ന ഡ്രോണാണ്. ഇതിൽ 2 മിസൈലുകൾ വരെ ഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചപ്പോഴാണ് തങ്ങളവയെ തകർത്തത്, അതിനെ വെടിവെച്ചിട്ടതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഇറാൻ ഉയർത്തുന്ന ഹോർമുസിൽ ഉയർത്തുന്ന ഭീഷണി മറികടക്കാനും സ്വയം പ്രതിരോധിക്കാനും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ മിസൈൽ തകർന്നതിനെ കുറിച്ച് അമേരിക്ക ഒന്നും പറയുന്നില്ലെങ്കിലും മിസൈൽ വിക്ഷേപിച്ചതിനെ കുറിച്ച് തന്നെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. തങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് അമേരിക്ക പറയുന്നത്. കാരണം ഈ ഹോർമുസില് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. MQ-1 മിസൈൽ വാഹക ശേഷിയുള്ള ഡ്രോണാണ്. വളരെ നേരം 24 മണിക്കൂറൊക്കെ പറന്ന് നടക്കുവാനും കൃത്യമായ ലക്ഷ്യങ്ങൾ പതിക്കുവാനുമുള്ള ശേഷിയുള്ള ഒരു ഡ്രോൺ കൂടിയാണ്. ഈ ഡ്രോണിനെ ഇറാൻ തകർത്തത് തോളിൽ വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ചൈനീസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള വാർത്തയും ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ചൈനയുടെ വലിയ രീതിയിലുള്ള സഹായം ഇറാൻ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോളിൽ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിമാന വേധ ലോക്കറ്റ് ലോഞ്ചറുകളും മറ്റുമൊക്കെ ധാരാളമായി ചൈന ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആയുധം ഉപയോഗിച്ചാകണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ഡ്രോണിനെ ആക്രമിച്ചത്. ഏതായാലും MQ-1 എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട ഒരു ഡ്രോൺ അല്ല, വളരെ പവർ കൂടിയ ഒരു ഡ്രോണാണ്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്.